എന്നതിന് വേണ്ടിയാണ് 5-ാം തീയതി തോമസ് MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തോമസ് കെ തോമസ്, താങ്കളിലേക്ക് 2.5 കൊല്ലം കഴിയുമ്പോൾ എത്തേണ്ട മന്ത്രിസ്ഥാനമാണ് ഇപ്പോൾ വൈകി നിൽക്കുന്നത്. അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നു, താങ്കൾ മന്ത്രിയാകാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. സത്യമാണോ? ഇന്നലെ ഒരു യോഗം നടന്നിരുന്നില്ലേ കൊച്ചിയിൽ? 10 ജില്ലാ പ്രസിഡന്റുമാർ താങ്കളെ മന്ത്രിയാക്കണമെന്ന നിലപാടെടുത്തുവെന്നാണ് കേട്ടത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ നാളെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. ഞാൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം സംസാരിക്കാം. പ്രസിഡന്റുകൊണ്ട് ആധികാരികമായിട്ട് എന്നാണെന്നുള്ള പറയാം. എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെടാം. പി സി ചാക്കോയുമായി സംസാരിച്ച ശേഷം താങ്കൾ ഇക്കാര്യം കൺഫേം ചെയ്യുമെന്നാണ് കരുതുന്നത്. എന്തായാലും അഡ്വാൻസ് അഭിനന്ദനങ്ങൾ. തോമസ് കെ തോമസ് MLA ആണ് പ്രതികരിച്ചത്. NCPയിൽ മന്ത്രിമാറ്റം വരുന്നു. ആ ശ്രീജിത്ത്, അദ്ദേഹം അഭിനന്ദനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ പി സി ചാക്കോയുമായി സംസാരിക്കട്ടെ എന്നും പറയുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ ഇനി എത്ര സമയമെടുക്കും? ഞാൻ സുജയ അഭിനന്ദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. അദ്ദേഹം നന്ദി പറഞ്ഞ സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹം നിഷേധിക്കുന്നില്ലല്ലോ, അത്രയും മതി. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് അടുത്തതായി സംഭവിക്കുകയെന്ന്. AK ശശീന്ദ്രന്റെ ഭീഷണിയും ഒരു ഭാഗത്തുണ്ട്. ആ ഭീഷണിക്ക് വഴങ്ങുമോ ദേശീയ നേതൃത്വം? അറിയാം NCPയിൽ സംഭവിക്കുന്നത് എന്തെന്നറിയാൻ തുടരുക. ശ്രീജിത്ത്.